ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നു. ഇന്ന് ഈ ചെടിയുമായിട്ട് വന്നതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാവോ? 2026 26 കളറുണ്ട് ഇതിനകത്ത്. അത് നിങ്ങളെ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിന്നത് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ 27ാമത്തെ കളർ മാറ്റി വെച്ചു. 26 കളർ ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ എണ്ണി നോക്കാം കേട്ടോ. എത്ര ഇത് ഇപ്പം നമ്മൾ ആദ്യം 3-4 ഞാനൊന്ന് 5-6 ഇടത്തായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓരോന്ന് നിന്ന് കൊണ്ടാണെന്ന് കാണിക്കുക. ഒരെണ്ണം മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ വേരൊക്കെ പിടിക്കുന്ന കുപ്പിയിൽ വെള്ളത്തിലിട്ടാണ് കാണിച്ചല്ലോ. കുപ്പി നിറച്ച് പൂവായിട്ടിരിപ്പുണ്ട്. അത് ഞാനിന്ന് എടുത്തില്ല. അത് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് ഓർത്തു. അപ്പോൾ ഈ ഐഡിയാസുകളെല്ലാം ഓരോന്ന് പറഞ്ഞു തരാം. കുറേ മെത്തേഡുണ്ട്. നമ്മൾ ഈ 365 ദിവസവും ഇതിനെ പരിപാലിക്കണേലും 24 വർഷമായി ചെടി എൻ്റെ എനിക്ക് കിട്ടിയിട്ട്. വീണ്ടും വീണ്ടും അതിൽ നിന്ന് വെറൈറ്റികൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടേ ഉള്ളൂ. ഇതിങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ കൂടെ കൂട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഓരോ ചെടിയ ഫ്രീ ആയിട്ടും തരാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കട്ടിങ്ങൊക്കെ. അത് ഞാൻ നൽകാം കേട്ടോ. എനിക്ക് ഇതുവരെ ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തിരി തിരക്കൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ആ ഒരു ജോലിയൊക്കെ ഇട്ടിട്ട് വേണ്ടേ. അപ്പം ഞാൻ കറക്റ്റായിട്ട് എല്ലാവർക്കും എത്തിച്ചു തരാം കേട്ടോ. അപ്പം വരുന്നവർക്ക് അപ്പോഴേ ഞാൻ തന്നേക്കാം. വീട്ടിൽ വരുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വീട്ടിൽ ഇവിടെയൊക്കെ വന്ന് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഞങ്ങൾ ഹൈ റേഞ്ചാണ്, കട്ടപ്പനയാണ് സ്ഥലമൊക്കെ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറുകളെല്ലാം തന്നെ കണ്ടോ, ഇത് കണ്ടോ, ഓരോ പ്രാവശ്യം ഞാൻ എടുത്തടുക്കി വെച്ചിരിക്കുകയാണ്. ആ വെയിൽ വരുമ്പോൾ ഈ വാടി കിടന്ന ഉടനെ തന്നെ ഞാൻ വെള്ളം ഒഴിക്കും. ഇത് നമുക്കൊരു കായിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീഴുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് ആ കളർ ഇങ്ങനെ പൂവായി വരുമ്പോൾ നമുക്ക് മറ്റേ കളർ കൊണ്ട് പൂമ്പൊടി കൊണ്ട് മുട്ടിച്ച് കൊടുത്താൽ മതി, പുതിയ ഇനം കിട്ടും. ഇതെല്ലാം ഞാൻ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഓരോ ഐറ്റംസിനും ഓരോ വിലയായിട്ട് 3-4 വെറൈറ്റി അടുക്കുകൾ ലെയറായിട്ടുണ്ട്. ഇനി റോസപ്പ് പോലെ നിൽക്കുന്നുണ്ടോ, ഇത് വളരെ ഭംഗിയല്ലേ. ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട്. വെള്ള ഒരു 6 കളറും കണ്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഈ ചെടി ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കട്ടിങ്ങിന് ഞാൻ 150 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ആഗ്രഹം കൂടിയിട്ട് ഈ സെൻറ്ററിലിരിക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരത്തൊക്കെ പോകുമ്പം കണ്ടിട്ടില്ലാത്ത കളർ കാണുമ്പം മേടിക്കും. കുറച്ച് കളറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഒന്നും പറ്റുകയില്ല. ചിലത് നമുക്കിങ്ങനെ പൊട്ടിയിട്ട് അരി വീഴും. ഇതുകൊണ്ട് മുഴുത്ത കായ് ഇതെല്ലാം ഉണ്ടായി വരുവേ. ആ കായ് ഇങ്ങനെ വെട്ടി വരുമ്പോൾ അവിടെ നമുക്ക് അവിടെ തന്നെ വീണോളൂ. നമ്മൾ എടുക്കുകയൊന്നും വേണ്ട. കണ്ടോ കിടക്കുന്നത്, അതിനകത്തുനിന്ന് അരി കാണും. അരി വീണ് കിളുക്കുന്നത് വേറൊരു കളറായിരിക്കും. ഇത് ഞാനിങ്ങനെ സസൂക്ഷ്മം നോക്കും. അങ്ങനെ ഇതിൽ നിന്ന് ഒത്തിരി പഠിച്ചതാണ്. 24 വർഷമായില്ലേ തുടങ്ങിയിട്ട്. അങ്ങനെ പഠിച്ചെടുത്താണ്. വളരെ രസകരമാണ് ഇതിൻ്റെ ഒരു നോട്ടം. നമുക്ക് കണ്ടോ, ഈ വരുന്ന പൂവാണ് നമുക്ക് വില ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല. 4 കളറും കണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പുറം കണ്ട പൂവ് ഇവരൊക്കെ ഒരു ലെയറേ ഉള്ളൂ. ഇതിന് അല്പം കട്ടി കൂടുതലുണ്ട്. കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ആദ്യം നിറയ്ക്കുന്ന മിശ്രിതം, അതിൻ്റെ കൂടെ ഞാൻ കുറേ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. നമ്മളിനി എവിടെയാണ് എവിടെ താമസിച്ചാലും വേണ്ട, മണ്ണില്ലെങ്കിലും നമുക്ക് വെള്ളത്തിൽ പോലും ഇത് പൂക്കും. ആ കുപ്പിയിൽ നിറച്ച് വെച്ചാൽ മതി. അതൊന്നും ഒരു കുഴപ്പമില്ല. ഏത് കാലാവസ്ഥയിൽ എത്ര വെയിലുള്ളിടത്തും ഇത് പിടിപ്പിക്കാനായിട്ട് ഓരോ ടെക്നിക്കുണ്ട്. ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നവർ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് പറയും അത് പോയെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ നോക്കുന്നില്ലേ, അതേപോലെ ഇവരെ പരിപാലിക്കണം. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇവർക്ക് സംരക്ഷണം നൽകുന്നു. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ വീട്ടിലില്ല, അത്യാവശ്യം എവിടെയെങ്കിലും പോയി, അപ്പോൾ ഇവരെ നോക്കുന്ന രീതി വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്കിത് ആർക്കൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നും കൂടെ അറിയണ്ടേ. അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ചെടി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മറ്റ് ചെടികളും കാണിക്കാം. എങ്കിലും എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ ഇങ്ങനെ കാണാനായിട്ട്. നമുക്ക് സന്ധ്യാസമയത്തൊക്കെ വീട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര മണിക്കൂറാണ് പോയാലും നമ്മൾ അറിയില്ല. വളരെ രസകരമാണ് ഇതിനകത്തൂടെ ഇരിക്കാനും വെള്ളം ഒഴിക്കാനും നടക്കാനും ഒക്കെയായിട്ട് വളരെ രസകരമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കളറുകളൊക്കെ ഞാൻ തരാം. പിന്നെ ആരെങ്കിലും കൊറിയർ മേടിക്കുന്നവർ പറഞ്ഞു, അത് ഞാൻ അല്പം താമസമുണ്ട്, ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. പാക്കിങ്ങിൻ്റെ രീതിയൊക്കെ നോക്കണ്ടേ, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. എന്നിട്ടായിട്ട് ഞാൻ ഇട്ട് തരാം. അപ്പോൾ അയക്കുന്നവർക്ക് ഒരു കളർ ഇഷ്ടമുള്ള കളർ പറഞ്ഞാൽ മതി. ഞാൻ അതിനകത്ത് അധികം വെച്ചേക്കാം കേട്ടോ. എങ്ങനെ അയക്കേണ്ടെന്നൊക്കെ ഞാനൊന്ന് ചോദിച്ചിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ അഡ്രസ്സും തരാം. അപ്പോൾ ഓരോ സൈഡിലായിട്ട് വെച്ചേക്കുന്നുണ്ട്. നമ്മൾ ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ച് ദിവസമായുള്ളൂ. ഇത് ആയി വരണം. ഇച്ചിരി കണ്ടോ, നമുക്ക് ഒരു പടുത വിരിച്ചിട്ട് ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പുല്ലൊന്നും പിടിക്കുകയില്ല, കാട് പിടിക്കാതെ. എപ്പോഴും കാട് പറിക്കലൊരു വലിയ പരിപാടിയാണ്. പിന്നെ കരിയില വീഴുവേ. അന്നേരം ഈ ചട്ടിയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് തൂത്ത് വാരിയിട്ട് പടുതയൊക്കെ കുടഞ്ഞിട്ട് വീണ്ടും അടുത്തടുത്തോട്ട് മാറ്റി വയ്ക്കും. അത് 2 ചെടീനകത്ത് നേരത്തെ എടുത്തുണ്ട്. 1-2 പൂക്കളുണ്ട്. 1 മാസത്തിന് മുൻപ് എടുത്ത് വെച്ചതുണ്ട്. എങ്കിലും നിറയെ പൂവുണ്ട്. ഒരു 4-5 സ്ഥലങ്ങളിലായിട്ട് ഇത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
എത്ര രസകരമാണ് നമുക്ക് കാണാനും അല്ലേ, മനസ്സിന് കുളിർമ നൽകാനും ഒക്കെ ആയിട്ട്. പക്ഷേ ചില യാത്രകളേക്കാൾ നമുക്ക് പ്രിയങ്കരമാണ്. ചില യാത്ര ചെയ്തിട്ട് പോയത് ഓരോ ചെടി കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ യാത്രയെക്കുറിച്ച് ഒരു ഡയറി എഴുതി വെച്ച പോലെ. എല്ലാവരും എന്നെയും കൂടെ കൂടെ കൂട്ടുക. ഓക്കെ.